ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയലിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് PSC ആവർത്തിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതികളുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഗവേണൻസുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അതിൽ 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അറിയുന്നവർ കമൻ്റായി രേഖപ്പെടുത്താനും പറഞ്ഞു. പക്ഷെ ആരും ഒരു കമൻറ്റ് പോലും ടൈപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, എങ്കിലും ഞാൻ ഈ ക്ലാസ്സിലും 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത്, അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ട്സുകൾ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം: ഗർഭിണികളായ സ്ത്രീകളെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷക നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? ഉത്തരം: പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഒന്നുകൂടെ പറയാം. ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷക നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇത് നിലവിൽ വന്നത് 2017 ജനുവരി മുതൽ നിലവിൽ വന്നു. 2017 ജനുവരി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ വനിതാ ശിശു വികസന വകുപ്പിനാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. ഒന്നുകൂടെ പറയാം. എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് ചോദിച്ചാൽ ഗർഭിണികളായ സ്ത്രീകളെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷക നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 2017 ജനുവരി മുതലാണ് ഈ പദ്ധതി നടപ്പിൽ വന്നത്. ഈ പദ്ധതിയിലൂടെ ആദ്യ പ്രസവത്തിന് 5000 രൂപ ധനസഹായം ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്നു എന്ന പ്രത്യേകത കൂടെയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ശാക്തീകരണം എന്നിവ മുൻനിർത്തി രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ 2015 ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏതാണ്? ഉത്തരം: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി നിലവിൽ വന്നത് 2015 ജനുവരി 22-നാണ്. 2015 ജനുവരി 22-ന് നിലവിൽ വന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ശാക്തീകരണം എന്നിവ മുൻനിർത്തി രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ 2015 ആരംഭിച്ച ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ചോദിച്ചാൽ അത് തൃശൂർ ജില്ലയാണ്. ഒന്നുകൂടെ പറയാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി 2015 ജനുവരി 22-നാണ് നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുത്ത ജില്ല. ഇതിനായി ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ജില്ലയാണ് തൃശൂർ. നമുക്ക് സുവർണ കന്യക പരിപാടി എന്താണെന്ന് നോക്കാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് സുവർണ കന്യക. സുവർണ കന്യക പരിപാടി മലപ്പുറം ജില്ലയിലാണ് നടപ്പിൽ വരുത്തുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ പേര് ചോദിച്ചാൽ അതാണ് സുവർണ കന്യക. അടുത്ത ചോദ്യം: അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ശാരീരികവും മാനസികവും ആയുള്ള ചികിത്സകൾക്ക് അടിയന്തര ധനസഹായമെന്ന നിലയിൽ ആരംഭിക്കപ്പെട്ട പദ്ധതിയുടെ പേരാണ് ആശ്വാസനിധി. ആശ്വാസനിധി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ശാരീരികവും മാനസികവും ആയുള്ള ചികിത്സകൾക്ക് അടിയന്തര ധനസഹായം
എന്ന നിലയിൽ ആരംഭിക്കപ്പെട്ട പദ്ധതിയാണ് ആശ്വാസനിധി. ചികിത്സയ്ക്കും രോഗശുശ്രൂഷയ്ക്കും പരമാവധി 50,000 രൂപ വരെ സഹായധനമായി നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി പദ്ധതി. നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. ആശ്വാസനിധി പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. ചികിത്സയ്ക്കും രോഗശുശ്രൂഷയ്ക്കും പരമാവധി 50,000 രൂപ വരെയാണ് ധനസഹായം ആശ്വാസനിധിയിലൂടെ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 55 വയസ്സിനു താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. എന്താണ് സഹായഹസ്തം പദ്ധതി? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. ഇത് നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്. 2018-19 കാലയളവിലാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. ഒരു വർഷം ജില്ലയിൽ 10 പേർക്കെന്ന നിലയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഈ സഹായഹസ്തം പദ്ധതി സർക്കാർ ആരംഭിച്ചത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ്? 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിയായാണ് സഹായഹസ്തം പദ്ധതി സർക്കാർ ആരംഭിച്ചത്. ഈ 4 ചോദ്യങ്ങളും സെറ്റായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ആ കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട 2 നിയമനങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. ഒന്ന്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ പബ്ലിഷ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സുകൾ മാത്രമല്ല എക്സ്ട്രാ നോട്ടുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത അഭയസ്ഥാനമില്ലാതെ കഴിയുന്ന ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമായുള്ള പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത അഭയസ്ഥാനമില്ലാതെ കഴിയുന്ന വിധവകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമായുള്ള പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ഈ പദ്ധതി പ്രകാരം വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. നെക്സ്റ്റ്, കേരള മുഖ്യമന്ത്രിയുടെ 10 ദിന പരിപാടിയുടെ ഭാഗമായി സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈൻ ആയി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഒന്നുകൂടെ പറയാം, എന്താണ് കാതോർത്ത് എന്ന പദ്ധതി? കേരള മുഖ്യമന്ത്രിയുടെ 10 ദിന പരിപാടിയുടെ ഭാഗമായി സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈൻ ആയി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. നെക്സ്റ്റ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി. ഒന്നുകൂടെ പറയാം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി.
വനിതാ ശിശു വികസന വകുപ്പ് മുഖേന 2008 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിലൂടെ, മംഗല്യ പദ്ധതിയിലൂടെ 25,000 രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത്. എത്ര രൂപയാണ് മംഗല്യ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 25,000 രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത്. നെക്സ്റ്റ്, മഹിളാ ശക്തി പദ്ധതി. ഗ്രാമീണ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം, സാങ്കേതിക പരിജ്ഞാനം, പോഷകാഹാര ആരോഗ്യ പദ്ധതി എന്നീ സേവനങ്ങൾ ലഭ്യമാക്കി വനിതകളെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് മഹിളാ ശക്തി പദ്ധതി. എന്താണ് മഹിളാ ശക്തി പദ്ധതി? ഗ്രാമീണ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക, സാങ്കേതിക പരിജ്ഞാനം, പോഷക ആഹാര ആരോഗ്യ പദ്ധതി എന്നീ സേവനങ്ങൾ ലഭ്യമാക്കി വനിതകളെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് മഹിളാ ശക്തി പദ്ധതി. ഈ പദ്ധതികളെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള പദ്ധതികളാണ്. ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. അതെല്ലാം ഒന്നിച്ച് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ക്ലാസ് ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, നിർഭയ പദ്ധതി. വനിതകളുടെയും കുട്ടികളുടെയും നേരെയുള്ള ലൈംഗിക അതിക്രമം തടയാനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. നിർഭയ പദ്ധതി എന്താണ്? വനിതകളുടെയും കുട്ടികളുടെയും നേരെയുള്ള ലൈംഗിക അതിക്രമം തടയാനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ നീതി വകുപ്പ്. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിർഭയ പദ്ധതി. പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസം, പുനരേകീകരണം എന്നീ 4 കാര്യങ്ങളാണ് ഈ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഇടപെടലുകൾ. അടുത്തതായി ശരണ്യ പദ്ധതി. സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കവും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ശരണ്യ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 50,000 രൂപ വരെ നൽകുന്നു. ശരണ്യ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കവും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചത്. ഈ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി 50,000 രൂപ വരെ നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില പദ്ധതികളെ കുറിച്ച് കൂടെ പഠിക്കാം. അതിജീവിക പദ്ധതി. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അതിജീവിക പദ്ധതി. നെക്സ്റ്റ്, നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള രാത്രികാല അഭയ കേന്ദ്രമാണ് എൻ്റെ കൂട്. നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള രാത്രികാല അഭയ കേന്ദ്രമാണ് എൻ്റെ കൂട്. കുറച്ച് പദ്ധതികൾ പറയാം. ഇവിടെ ഞാൻ നോട്ടായിട്ട് ടൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിജീവിക പദ്ധതി അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, സഖി വൺ സ്റ്റോപ്പ് സെന്റർ. പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കും പീഡനത്തിനിരയാക്കപ്പെട്ട കുട്ടികൾക്കും പിന്തുണയും പരിഹാരവും നൽകുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് സഖി വൺ സ്റ്റോപ്പ് സെന്ററുകൾ. വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്ററുകൾക്ക് നേതൃത്വം നൽകുന്നത്. നെക്സ്റ്റ്, പടവുകൾ. പടവുകൾ എന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിധവകളായ സ്ത്രീകളുടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി ആരംഭിച്ച ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയാണ്, ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ. പടവുകൾ പദ്ധതിയെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. വിധവകളായ സ്ത്രീകളുടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി ആവിഷ്കരിച്ച ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ. നെക്സ്റ്റ്, സ്വാശ്രയ പദ്ധതി. ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന
മകനെയോ അല്ലെങ്കിൽ മകളെയോ സംരക്ഷിക്കേണ്ടി വരുന്ന BPL കുടുംബത്തിലെ സ്ത്രീകൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. മംഗല്യ സമുന്നതി പദ്ധതി മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് വിവാഹ ആവശ്യത്തിനായി 1,00,000 രൂപ വരെയുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി പദ്ധതി. നെക്സ്റ്റ്, ജനനി ജന്മരക്ഷാ പദ്ധതി പട്ടിക വർഗത്തിൽപ്പെട്ട അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം വാങ്ങിക്കഴിക്കാൻ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി. ഈ പദ്ധതിയോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നോട്ടുകൾ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കങ്ങനെ 2 കറണ്ട് അഫയേഴ്സ് വീതം പഠിച്ചു പോകാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.